നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൊരട്ടാല ശിവ കഥ എഴുതി സംവിധാനം ചെയ്ത് ജൂനിയർ NTR നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ദേവര. സിനിമയിൽ ജൂനിയർ NTR ഡബിൾ റോളിലാണ് എത്തുന്നത്. അച്ഛനും മകനുമായിട്ടാണ് സിനിമയിൽ എത്തുന്നത്. മറ്റു താരങ്ങൾ സൈഫ് അലി ഖാൻ, അതുപോലെ തന്നെ ജാൻവി കപൂറാണ് സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. പ്രകാശ് രാജ് ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഷൈൻ ടോം ചാക്കോവും നരേനും കുറെ നാൾക്ക് ശേഷം സിനിമയിൽ എത്തും. നരേൻ ഇതിനകത്തൊരു കസ്റ്റംസ് ഓഫീസറുടെ വേഷത്തിലാണ് എത്തുന്നത്. 4 ഗ്രാമങ്ങൾ കൂടിയിട്ടുള്ള ഒരു ദ്വീപ്, ആ ദ്വീപിനകത്തുള്ള ഒരു സംഭവം, കടലിന്റെ പശ്ചാത്തലമൊക്കെയാണ് സിനിമയുടെ കഥ പറയുന്നത്. ദേവര എന്ന് പറയുന്ന ജൂനിയർ NTRന്റെ ക്യാരക്ടർ ഗംഭീര പെർഫോമൻസ് ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിരുദ്ധാണ്. അപ്പൊ അനിരുദ്ധിന്റെ പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അനിരുദ്ധിന്റെ ആ മ്യൂസിക്കിന്റെ ആ ഒരു ലെവൽ എത്രത്തോളം ഉണ്ട്. അത് ഈ സിനിമയിൽ അത്രത്തോളം വന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ചില പോർഷനിലൊക്കെ അനിരുദ്ധിന്റെ ആ ഒരു മ്യൂസിക് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ വളരെ മോശമാണ്. സിനിമോട്ടോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ കടലിന്റെ പശ്ചാത്തലമാണ്. ഈ 4 ഗ്രാമങ്ങൾ കൂടിയിട്ടുള്ള ഈ 4 ഗ്രാമങ്ങളിലെ തലവനിൽ ഒരാളാണ് നമ്മുടെ ദേവര. അതോടൊപ്പം തന്നെ മറ്റൊരു ഗ്രാമത്തിന്റെ തലവനായിട്ട് സൈഫ് അലി ഖാൻ, പിന്നെ തമിഴ് നടനായിട്ടുള്ള. അപ്പൊ ഇവർ 4 പേരും ഈ ഗ്രാമത്തിന്റെ ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ചിട്ട് അവിടെ ഈ ആയുധ പൂജ, ഈ ആയുധം കൊണ്ടുവെക്കുന്ന ഗ്രാമത്തിന് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈറ്റ് ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് കടലിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ കടലിലൂടെ ഈ കള്ളക്കടത്തും അതുപോലുള്ള സാധനങ്ങളൊക്കെ കടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം അതിനകത്തൊക്കെ വലിയ മികവ് കാണിക്കുന്നവരാണ് ഈ പറയുന്ന 4 ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ. അപ്പൊ ഇവരെ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. ഈ ആയുധങ്ങളൊക്കെ കടത്തി കൊടുക്കുന്ന ഒരു ജോലിയായിട്ടാണ് ഇവർ ഈ 4 ഗ്രാമങ്ങളിലുള്ള ആൾക്കാർ സാധാരണ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ ഈ നരേന്റെ കസ്റ്റംസ് ഓഫീസർ ഇവരെ പിടികൂടുമ്പോൾ അവിടെ വെച്ചൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നു. അതിൽ നരൻ ഇവരോട് പറയുന്നു, നിങ്ങളുടെ ഗ്രാമത്തെ നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു മനംമാറ്റം ദേവര എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടാകുന്നു. പക്ഷെ നെഗറ്റീവ് റോൾ ചെയ്യുന്ന നമ്മുടെ സൈഫ് അലി ഖാൻ അതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇൻട്രോയിൽ പഞ്ചുവരുന്നത്. പെട്ടെന്ന് നമ്മുടെ ദേവര എന്ന് പറയുന്ന ക്യാരക്ടറിന് അപ്രതീക്ഷിതമാവുന്നു. സിനിമയുടെ കഥ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കഥയ്ക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നത്. സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം. ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം ക്ലൈമാക്സ് പഞ്ചിലേക്ക് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ദേവര പാർട്ട് 1 ആണ് നമ്മളിപ്പം കണ്ടത്. ഇനിയിപ്പോ ദേവരയുടെ സെക്കൻഡ് പാർട്ട് ഇനി വരാനുണ്ട്. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിനകത്ത് അത്രയും വലിയ ഒരു സുഖമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നീട് കാണിക്കുന്നത് മകന്റെ ക്യാരക്ടറായിട്ടുള്ള NTR-നാണ്. അപ്പൊ NTR ചെയ്തിട്ടുള്ള ഈ 2 ക്യാരക്ടറും അച്ഛനും മകനുമായിട്ടുള്ള ക്യാരക്ടറുകൾ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജനതാ ഗ്യാരേജ് എന്ന സിനിമയിലൂടെയാണ് NTR-ന് കേരളത്തിൽ കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്നത്. പിന്നെ അതിനുശേഷം RRR സിനിമ വന്നപ്പോൾ ഈ 2 സിനിമകളിലും NTR-ന്റെ ഒരു പ്രകടനം, അത് കേരളത്തിലെ NTR-ന്റെ ഒരു പ്രകടനം കേരളീയർക്ക് വളരെ പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ സിനിമ ആദ്യ ഷോ കാണാൻ പോകണം എന്ന് വിചാരിച്ചത്. നമ്മൾ പഴയ സിനിമകൾ കണ്ടുപോയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വ്യത്യസ്തമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കടലിനകത്തുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഈ സിനിമയ്ക്ക് അത് തോന്നി. മോശം എന്ന ഒരു അഭിപ്രായം നമുക്ക് ഈ സിനിമ കണ്ടിട്ട് പറയാൻ പറ്റും. കാരണം ഒരു 3 മണിക്കൂർ സിനിമ ഉണ്ട്. ആ 3 മണിക്കൂർ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ലാഗ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അസ്ഥാനത്തുള്ള 2-3 പാട്ടുകളൊക്കെ സിനിമയിൽ നമ്മളെ ചെറിയ രീതിയിൽ ഒന്ന് നിരാശപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അവസാനത്തെ ആ ഒരു പാട്ട്, അതിന്റെ വിഷ്വലൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു എന്റർടൈനർ സിനിമ ആണ്. ബോറടിക്കാതെ തിയേറ്ററിൽ പോയി ഒരു 1 ടൈം വാച്ചബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോശമല്ലാത്ത പ്രകടനം പ്രകാശ് രാജും നരനും. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബോറായിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള രംഗങ്ങളും സംഘടന രംഗങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചുമ്മാ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോളായിട്ടാണ് എനിക്ക് ഈ ഷൈൻ ടോം ചാക്കോനെ തോന്നിയത്. മറ്റു ക്യാരക്ടർ എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എടുത്തു പറയേണ്ട ഒരെണ്ണമെന്ന് വെച്ചാൽ മാസ് എലമെന്റ് ആണ്, മാസാണ് സിനിമയെ കൊണ്ടുവരുന്നെങ്കിൽ ആ ഒരു പഞ്ച് സിനിമയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കുറഞ്ഞു പോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാസ് കാണിക്കേണ്ടിടത്തൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് പോയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയിരുന്ന് നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ എത്തുന്ന ഒരു സിനിമയാണ് ജൂനിയർ NTR-ന്റെ. മറ്റു 2 സിനിമകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമില്ല എന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. മറ്റൊരു സിനിമയിൽ കാണാം. ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.